നമസ്കാരം. ഈ ഓണക്കാലത്ത് നിരവധി പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി താരങ്ങൾ അവരുടെ സിനിമാ വിശേഷങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാൻ എത്തിയിട്ടുമുണ്ട്. മലയാള സിനിമയിലേക്ക് നായിക നിരയിലേക്ക് തന്നെ എത്തിയിരിക്കുന്ന വളരെ ശാലീന സുന്ദരിയായ ഒരു നായികയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വേറെ ആരുമല്ല, മാളവികയാണ് എന്റെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. മാളവിക, നമസ്കാരം. ഓണാശംസകൾ. അതെ, അപ്പം എങ്ങനെയാണ് ഓണമൊക്കെ എവിടം വരെ എത്തി? ഓണം നന്നായി പോകുന്നു. ഈ ഓണം കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇപ്പൊ ഒരു ഫിലിം കഴിഞ്ഞേ ഉള്ളൂ. ഡഫേദാർ എന്നാണ് ചിത്രത്തിന്റെ പേര്. അപ്പോ ഓണം കഴിയുമ്പോഴേക്കും അത് റിലീസ് ഉണ്ടാവും. അപ്പോ അങ്ങനെയാണ്. ഈ ഓണത്തിന് ശരിക്കും പറഞ്ഞ ഒരു ഡബിൾ സന്തോഷമാണ് അല്ലേ? ഓണാഘോഷം പ്ലസ് സിനിമ റിലീസ് ആവുന്ന ഓണം ടൈം തന്നെയാണോ റിലീസ്? അതോ ഓണം കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് തന്നെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഓണാഘോഷങ്ങളൊക്കെ എവിടം വരെയായി? ഓണാഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛൻ ചെന്നൈയിലാണ്, ഏട്ടൻ US പഠിക്കുകയാണ്. ഇപ്പൊ തൃശ്ശൂർ ഞാനും അമ്മയും മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചെറിയ രീതിയിൽ ഓണത്തിലോട്ട് പോയി. അപ്പം ശരിക്കും പറഞ്ഞ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ മാളവിക വന്നു. ശരിക്കും കുട്ടിക്കാലത്തെ ഒരു ഓണാഘോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ശരിക്കും ആ ടൈം മുതലേ സാധാരണ എല്ലാവരും ഒരു സിനിമയിൽ എത്തിക്കഴിഞ്ഞ് ഒരു ഇത്രയും വലുതായി കഴിഞ്ഞിട്ടൊക്കെ ചൈൽഡ് ആർട്ടിസ്റ്റ് മുതലേ സിനിമയിലൊക്കെ ഉണ്ട്. ആ ടൈം മുതലേ ഓണാഘോഷം സിനിമയുമായിട്ട് തന്നെ അല്ലെ ബന്ധപ്പെട്ടൊക്കെ പോയിട്ടുണ്ട്. സോ ഒരു നൊസ്റ്റാൾജിക് അങ്ങനെയൊക്കെ ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ മാളവികയൊക്കെ. ഡെഫിനറ്റ്ലി അങ്ങനെ എന്റെ ഓണം എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ അമ്മൂമ്മയുള്ള സമയത്തൊക്കെ തറവാട്ടിലെ സദ്യ, പൂക്കളിടുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മൂമ്മ ഇപ്പൊ ഇല്ല. അപ്പൊ അതിനുശേഷം അമ്മൂമ്മ ഇല്ലാത്തപ്പോ പിന്നെ ഓണം ചുരുങ്ങിപ്പോയി. നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാ, അങ്ങനെ സദ്യ ഉണ്ടോ? ഓണസദ്യ എന്തായാലും ഉണ്ടാവും. അത് നമ്മള് കോംപ്രമൈസ് ഇല്ല കാര്യത്തിൽ. അങ്ങനെ അപ്പൊ പൂക്കളിടുക അങ്ങനെ ഒന്നും ചെറുതായിട്ട് കുഞ്ഞത് ഫ്ലാറ്റിന്റെ മുമ്പിൽ അങ്ങനെ ഇടും എന്നല്ലാതെ വലുതായിട്ടൊന്നും ആഘോഷിക്കാറില്ല. അച്ഛന്റെ അടുത്ത് പോവും. അച്ഛൻ ചെന്നൈയിലാണുള്ളത്. ചെന്നൈ പോവും. ഓണം വെക്കേഷൻ ആകുമ്പോ അങ്ങോട്ട് പോവും. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരും. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രോഫീസും പ്രൈസും മൊമെന്റോസും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അതാണ്. അപ്പം സ്കൂൾ ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു? കുറച്ച് റിസർവ്ഡ് ആയിരുന്നോ അതോ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നോ? റിസർവ്ഡ് ആയിരുന്നു വെച്ചാൽ കുഞ്ഞിലെ മുതല് ഈ അഭിനയിക്കുന്നതുകൊണ്ട് സ്കൂളിൽ നമ്മൾ അധികം എത്തിച്ചേരുന്നത് കുറച്ച് കുറവാണ്. പക്ഷെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ കോമ്പറ്റീഷൻസ് ആ സമയം പോലെ സിനിമകളിലോട്ട് എൻട്രി ചെയ്തത് കൊണ്ട് എനിക്ക് സ്കൂൾ ടൈം ഒക്കെ കുറച്ചൊന്ന് ചൈൽഡ്ഹുഡ് മുതലുള്ള കാരണം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് കറുത്തപക്ഷികൾ. ആ ഒരു ടൈമിലാണ് എസ് യുവർ ഓണർ, മായ ബസാർ ഷിക്കാർ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ ഒരു സമയത്താണ് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്കൂൾ ടൈമും സ്കൂൾ ഡേയ്സും സ്കൂൾ ഫ്രണ്ട്സും ഒക്കെ കുറച്ചൊന്ന് മിസ്സിങ് വന്ന പോലുള്ള ഇല്ല. പക്ഷെ ഇപ്പോ 9th 10th അങ്ങനെ ഞാൻ കുറച്ച് ബ്രേക്കിന് ശേഷമാണ് പിന്നെ 9th അക്കൽദാമയിലെ പെണ്ണ് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തു. അതിനുശേഷം ഇപ്പൊ +2 ഞാൻ ചെയ്യുന്നത്. അപ്പം ഇപ്പോഴും ആ സ്കൂൾ ടൈമിലൊക്കെ ഉള്ള ഒരു നൊസ്റ്റാൾജിക് ഓണം സെലിബ്രേഷൻസ് അതൊക്കെ സ്കൂൾ ടൈമിൽ ഓണമാണ് നമ്മൾ ആക്ച്വലി എന്റെ പ്രായത്തിലുള്ള എന്റെ ഫ്രണ്ട്സ് ഒക്കെ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഓണ പൂക്കള മത്സരം, ആര് ഫസ്റ്റ് അപ്പുറത്തെ കോമ്പറ്റീഷൻ ആണല്ലോ ഫുള്ള് അല്ലേ, ആർക്കാണ് ഫസ്റ്റ് വരാ. അപ്പൊ എപ്പോഴും നമ്മുടെ ക്ലാസ് ഫസ്റ്റ് ആണെന്നാണല്ലോ. അപ്പൊ ഡിസൈൻ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, എന്താ പൂക്കൾ ഇടണ്ടെന്നൊന്നും. ഇന്ന ടൈമില് കംപ്ലീറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെ വിടും അപ്പുറത്തെ ക്ലാസ്സില് ഡിസൈൻ കോപ്പി അടിക്കാൻ അങ്ങനെ അപ്പോഴേക്കും. പക്ഷെ അവര് നമ്മളെക്കാട്ടും പുലികളാണല്ലോ, അവരെല്ലാം മറച്ചു പൂട്ടി വെച്ച്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ ഓണസദ്യ, അത് കഴിഞ്ഞ വടംവലി, കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനുള്ള ഒരു ഹെൽത്ത് നമ്മള് കൈയടിക്കാൻ ബാക്കി എല്ലാരും വിട്ടോളൂ. അപ്പം ശരിക്കും ആ ഒരു ടൈമിൽ എന്തെങ്കിലും അങ്ങനെ ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറീസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ ആ ഒരു സ്കൂൾ ടൈമിലും ഇപ്പോഴും ആ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇപ്പോഴും കീപ്പ് ഇൻ ടച്ച് ആണോ? അതോ കീപ്പ് ഇൻ ടച്ച് ഞാനിപ്പോ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സ്കൂൾ ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും? ഇല്ല, ഞാൻ 10th വരെ ഭവൻസിലായിരുന്നു, ഭാരതീയ അധ്യാപകൻ. അത് കഴിഞ്ഞപ്പോ ഞാൻ സ്റ്റേറ്റിലേക്ക് മാറി. കാരണം എനിക്ക് വേണ്ടിയിരുന്നത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഹ്യൂമാനിറ്റീസ് സ്ട്രീം ഞാൻ ഭവൻസിലില്ല. അത് കാരണം ഞാനിപ്പോ സ്റ്റേറ്റിലേക്ക് മാറി, വിവേകോദയത്തിലാണ് പഠിക്കണം. ഓക്കെ. അപ്പം ഈ ആ ഒരു മൂവീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് വന്നു. അത് ഇനി പഠിത്തത്തിലോട്ട് ലിങ്ക് ചെയ്ത് 10th ഉം +2 ഒക്കെ ആയതുകൊണ്ട് ആ ഒരു ലിങ്കിലേക്ക് കണക്ട് ചെയ്ത് പോയതാണോ?
അങ്ങനെയും പറയാം. കാരണം ഞാൻ 9th ഞങ്ങൾക്ക് ബോർഡ് എക്സാം ആയിരുന്നു, 10th ബോർഡ് എക്സാം ആയിരുന്നു. അപ്പൊ വിചാരിച്ചു ഇനിയിപ്പോ കുറച്ച് ടൈം എടുത്ത് അപ്പൊ കുറച്ച് നല്ല സ്ക്രിപ്റ്റ് വരാണെങ്കിൽ ചെയ്യാം. അങ്ങനെ ബ്രേക്ക് എടുത്ത് അങ്ങനെ ബ്രേക്ക് വേണിച്ചെടുത്തതല്ല, ബ്രേക്ക് വന്നതാണ്. വെയിറ്റ് ചെയ്ത് അങ്ങനെ. ഓക്കെ. അപ്പൊ ആ ടൈമില് കൂടുതലും ഇൻവോൾവ് ആയി. ഞാൻ പറഞ്ഞിപ്പം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ആ സിനിമകൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്കൂൾ ടൈമും കാര്യങ്ങളും ഒക്കെ കുറച്ചൊന്ന് മിസ്സായി. അപ്പൊ പിന്നെ ഈ ഒരു ഷോർട്ട് ബ്രേക്കിന് അതെല്ലാം തിരിച്ചു പിടിച്ച് വീണ്ടും ആക്റ്റീവ് ആയോ? സ്കൂൾ ഗെയിംസിലും കോമ്പറ്റീഷൻസിനും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു? സ്റ്റേറ്റിൽ വന്നപ്പോ നമുക്ക് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, അതെ അത് ഭവൻസിൽ പഠിക്കുമ്പോ ഞാൻ കാണാൻ പോവായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഭവൻസ് മീറ്റ് മാത്രമാണ്, ഭവൻസ് സ്കൂളുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻസ് ഇല്ല. അത് ഭവൻസിന്റെ പ്രത്യേകത, ഭവൻസുകാർ മാത്രമേ കോമ്പറ്റ് ചെയ്യുള്ളൂ. പക്ഷെ സ്റ്റേറ്റിൽ അങ്ങനെയല്ല. സ്റ്റേറ്റിൽ രസം സ്റ്റേറ്റ് ലെവലാകുമ്പോ അതൊരു സ്പിരിറ്റാണ്. അപ്പൊ അത് അന്ന് ഭവൻസിലൊക്കെ പഠിക്കുമ്പോ എന്നും വരുമായിരുന്നു. അപ്പൊ വിചാരിക്കാം എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വഞ്ചിപ്പാട്ടിന് പോയിരുന്നു. അങ്ങനെ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. എന്നിട്ട് എന്തായി? വി സെക്യൂർഡ് പ്രൈസസ് കിട്ടി. അത് ശരി. അപ്പൊ ആ ഒരു ചെറിയ ഇതിൽ തന്നെ നിന്ന് എനിക്കൊന്ന് സ്കൂൾ കോമ്പറ്റീഷൻസ് ഒക്കെ അങ്ങനെ കുറച്ച് മിസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ഒരു ഭവൻസിലെ അങ്ങനെ ആ ഒരു കൾച്ചറും ആ ഒരു ഇത് അവർ കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ, മറ്റുള്ള സ്കൂൾ ലെവൽസ് കോമ്പറ്റീഷൻസ് പോലെയല്ല അവര് നടത്തുന്നത്. സ്റ്റേറ്റില് റിയലി അവര് ശരിക്കും ഇതിന് വേണ്ടി കുറെ സമയം എടുത്ത് രാത്രിയൊക്കെ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ ഉണ്ടാവും. ചില ഡ്രാമക്കാരൊക്കെ വീട്ടിലെത്തുമ്പോ 8:30 ആവും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവും കുറെ പ്രൈസ് കിട്ടണം എന്നുള്ളൊരു ഇത്. ഓക്കെ. അപ്പം ഇപ്പൊ +2 കഴിഞ്ഞു? ഇല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം ശരിക്കും ഇപ്പൊ ആ ഉള്ള ഒരു ടൈമിൽ ഇനിയിപ്പം ഈ ഓണം സെലിബ്രേഷൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പം സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ഇത് ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്തായാലും എക്സാം ആണോ, പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ ഞങ്ങൾക്ക് ഈ ഓണം സെലിബ്രേഷൻ കൂടുതൽ സ്പെഷ്യൽ ആവാൻ കാരണം ഈ അതുവരെയുള്ള ഒരു എക്സാം ഉണ്ട്, ഓണപരീക്ഷ എന്ന് പറയുന്ന സംഭവം. അത് ഈ കഴിഞ്ഞോ? കഴിഞ്ഞ പിറ്റേ ദിവസമാണ് സെലിബ്രേഷൻ. അത് നമ്മൾ തകർക്കും. കാരണം ഇത്രയും എക്സാം കഴിഞ്ഞിട്ടുണ്ടായോണ്ട് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. ഇത്രയും ദിവസത്തെ പേടിയും എന്തായിരിക്കും എക്സാം, അതൊക്കെ നമ്മൾ തീർക്കുന്ന ഈ ഓണം സെലിബ്രേഷൻ. ഭയങ്കര പഠിപ്പിച്ചിട്ടാണോ? പഠിപ്പിച്ചൊന്നുമല്ല, തട്ടിമുട്ടിയൊക്കെ പാസ് ചെയ്ത് പോകുന്നു. സിനിമകളിലൊക്കെ അത്രയും എന്താ പറയാ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ വന്ന അപ്പൊ അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആളാണ് മാളവിക. അപ്പൊ സ്കൂളിലൊക്കെ എന്തെങ്കിലും ഒക്കെ കോമ്പറ്റീഷൻസ് എന്നൊക്കെ പറയുമ്പോൾ മാളവിക തന്നെയാണോ അതിന്റെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? സ്കൂളില് എനിക്ക് തോന്നുന്നു ഞങ്ങളിങ്ങനെ കുറച്ച് പേരുണ്ട്. ഇപ്പൊ സ്റ്റേറ്റിൽ വന്നതിന് ശേഷം കുറച്ചും കൂടി ആക്റ്റീവ് ആയത് സ്റ്റേറ്റിൽ വന്ന ശേഷം. കാരണം അവിടെയാണ് കുറച്ചുകൂടി പ്രോഗ്രാംസ്, കുറച്ചുകൂടി ഞങ്ങൾ പിന്നെ ഹ്യൂമാനിറ്റീസ് ബാച്ച് ആയ കാരണം ഞങ്ങൾ ഉണ്ടാവും എന്തിനും ആദ്യം. ഞങ്ങൾ ഹ്യൂമാനിറ്റീസ്, ഞങ്ങൾക്ക് ഗാന്ധിയൻ സ്റ്റഡീസ് എന്നൊരു വേറൊരു സ്ട്രീം ഉണ്ട്. അപ്പോ ഹ്യൂമാനിറ്റീസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തുണ്ടെങ്കിലും ഞങ്ങൾ കുറച്ച് പേരുണ്ടാവും ആദ്യം എല്ലാത്തിനും പ്രോഗ്രാം അത് ചെയ്യാൻ, ഗാന്ധിയൻ ഡേ അല്ലെങ്കിൽ ഗാന്ധി ജയന്തിക്ക് അത് ചെയ്യാൻ ഇത് ചെയ്യാൻ, എല്ലാത്തിനും ആക്റ്റീവായിട്ട് ഫ്രണ്ട്സ് കാണും. അതുപോലെ തന്നെ ഇപ്പൊ വീട്ടിലെ ഈ ഹ്യൂമാനിറ്റീസ് എന്താണ് അതിലേക്കൊരു സ്ട്രീമിലേക്ക് പോയി? എനിക്ക് ഡോക്ടർ ആവാൻ താല്പര്യമില്ല, എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. കാരണം ഇതൊക്കെ എല്ലാരും ആവുന്നല്ലേ. ഇപ്പൊ ഹ്യൂമാനിറ്റീസ് കുറച്ച് നമ്മള് വെറൈറ്റി ആണ്. മാത്രമല്ല ഹ്യൂമാനിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് കുറച്ചും കൂടി. ഇപ്പൊ ഞാൻ ഒരുപാട് വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു അത്ര അധികം അത്ര വെച്ച ഒരു പുസ്തക പുഴുവല്ല, ഇങ്ങനെ എന്നാലും വായിക്കുന്ന ആളല്ല. പക്ഷെ വായിക്കാൻ മാത്രം നോക്കി അങ്ങനെ ഇല്ല, ഇതിങ്ങനെ വെറുതെ എഴുതി നമ്മള് അങ്ങനെ. അപ്പോ ഹ്യൂമാനിറ്റീസ് ഇപ്പൊ ക്ലാസ് കുറച്ച് മിസ്സായാലും നമുക്ക് കുഴപ്പമില്ല. മറ്റേത് പ്രാക്ടിക്കൽസ് ഉണ്ടാവും, പ്രാക്ടിക്കൽ മിസ്സായ ബേസിക്കലി ഒരു മടി കാരണമാണ്. അങ്ങനെയല്ല, കുറച്ച് ലേശം ലൈറ്റ് ആയിട്ട്. ഓക്കെ. അപ്പൊ ഈ വീട്ടിലെ കാര്യം ഇപ്പം ഫാമിലിയില് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഒരാളുണ്ടാവും, ഒരു മെമ്പർ ഉണ്ടാവും എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട്. ഇപ്പം ഓണപ്പൂക്കൾ ഇടാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവായിട്ട് ഒരു കുട്ടി ഉണ്ടാവും. അത് മാളവികയാണോ അതോ? ഒരിക്കലും അല്ല, അങ്ങനെ ഒരു കാര്യമേ ഇവിടില്ലാന്ന്. ഇങ്ങനെ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഏട്ടൻ എല്ലാത്തിലും ഫ്രം ദ ബിഗിനിങ് ഫസ്റ്റ് അങ്ങനെ കുറച്ച് ഏട്ടനാണ് കുറച്ചും കൂടി അതിലൊക്കെ ആക്റ്റീവ് ആണ്.
അല്ലാതെ ഇപ്പം ഞാൻ പറയുന്ന ഇപ്പൊ ഈ ഫംഗ്ഷൻസ് അതിനാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഞാൻ വേണമെങ്കിൽ പറയാം. ആ കാര്യത്തിൽ ഏട്ടൻ, ഈ കാര്യത്തിൽ സംഭവങ്ങളൊക്കെ ഏട്ടനാണ്. ഇപ്പൊ ചൈൽഡ്ഹുഡ് ടൈമിലൊക്കെ സിനിമയിലുള്ള ഒരു ഓണം എന്തായാലും ആഘോഷിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു കാണ്ഡഹാറിന്റെ സെറ്റിൽ വെച്ച് രവി അങ്കിളുടെ കാണ്ഡഹാറിന്റെ സെറ്റിൽ ബോംബെയിലായിരുന്നു. അവിടെ വെച്ച് നമ്മൾ ഒരു പ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ആഘോഷിച്ചു. അപ്പൊ സിനിമ ലോകത്തെ ഓണാഘോഷം എക്സ്പീരിയൻസ് ചെയ്ത ഒരു എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അതും എന്താ പറയാ, അതും റെഡിമെയ്ഡ് സെറ്റപ്പ് ആണോ? അല്ല, അത് നമ്മൾ സദ്യ ഒക്കെ ഉണ്ടാവും. പിന്നെ അന്ന് കൊറേ ചാനൽസും കവറേജ്. അന്ന് പിന്നെ ബോംബെയിലാണ് അന്നത്തെ ഓണം. അപ്പൊ ആ ഒരു സ്പെഷ്യാലിറ്റി എന്തായാലും ഉണ്ടാവും. അങ്ങനെ വളരെ നല്ലൊരു ഓണമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഡ്രസ്സിന്റെ കാര്യം, ഇപ്പൊ ഓണക്കോടി എടുക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും എല്ലാരും ഭയങ്കര, അതെനിക്ക് തോന്നുന്നു അതിന് ഒരു കൾച്ചർ ഡിഫറൻസും ഇല്ല. അന്നും ഇന്നും എല്ലാരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ഓണക്കോടി, അതൊക്കെ മാറ്റങ്ങളില്ലാത്തൊരു സംഭവമാണ്. അപ്പൊ ശരിക്കും അത് എങ്ങനെയാണ് ഓണക്കോടി എടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര എല്ലാരും ഒരുമിച്ച് പോയി അങ്ങനെയൊക്കെയാണോ, അതോ ചുമ്മാ അത് ഇപ്പോഴും ആ ഒരു നമ്മുടെ ട്രെൻഡൊക്കെ മാറി ആ ഒരു കൾച്ചർ തന്നെയാണോ? ഇല്ല, ഓണത്തിന് നമ്മളെല്ലാവരും അതിനൊരു കോംപ്രമൈസും ഇല്ല. ആരും വിട്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്നും ഓണക്കൊടി എടുക്കലാണ് അല്ലെങ്കിൽ പോലും ഓണമാണ്, അപ്പൊ സ്പെഷ്യലായിട്ട് അങ്ങനെ അത് രസമുള്ള പരിപാടിയാണ്. ഇനിയും നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തായിരിക്കും? സിനിമ ഓഫ് കോഴ്സ് സിനിമയുണ്ട്. അതുകൂടാതെ നമ്മൾ ഇപ്പം സദ്യ എന്നൊക്കെ പറഞ്ഞപ്പോ കണ്ണിലെ ബ്രൈറ്റ്നെസ് അപ്പൊ സദ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം മാളവിക ഇപ്പൊ കുക്കിംഗ് ഒക്കെ അറിയാൻ ചാൻസ് ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ചോദിക്കേണ്ട കാര്യമില്ല. എങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ കുക്ക് ചെയ്യാൻ? അമ്മ ആ ഭാഗത്തോടെ അടുപ്പിക്കില്ല. സത്യം മോളെ, നീ ഒന്നും ചെയ്യണ്ട, നീ അവിടെ പോയിരുന്നു. അമ്മക്ക് ഇനിയും ആ കിച്ചൺ ഉപയോഗിക്കാനുള്ളതാണ്, അവർക്ക് കുറെ നാളോട് ജീവിക്കാനുള്ളതാണ്. കറക്റ്റ്, അതാണ് സേം ഡയലോഗ് അമ്മ പറയാറുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ എങ്ങനെ അറിഞ്ഞെന്നല്ലേ അവിടെ അമ്മയും പറയാറുണ്ടോ? തിരിച്ചുള്ള മെസ്സേജ് അല്ല ഇങ്ങോട്ട് വരുന്നല്ലോ. അതാണ് അല്ല നമ്മുടെ പ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്ന ഒരു എല്ലാ അമ്മമാരും പറയുന്ന ഡയലോഗാണ് ഇത്. വരികയെ ചെയ്യരുന്നുള്ളൂ. അപ്പൊ എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ, ഷോ നിന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്നൊക്കെ? അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ആരെങ്കിലും വേണം, ഞാൻ ഉണ്ടാക്കിയ സംഭവം കഴിക്കാൻ ആരെങ്കിലും, അതാരും തയ്യാറാകുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, ഈ ഓണത്തിന് ഒന്ന് പരീക്ഷിപ്പിക്കണം എന്തെങ്കിലും ഒന്ന്, ഒരു പായസം ട്രൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഓണത്തിന്. എന്താവോ അല്ലെ, മനസ്സിലൊരു ഡിഷ് ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം, ഓണത്തിനൊന്ന് പരീക്ഷിച്ചാ കൊള്ളാം എന്നൊക്കെ ഉള്ള ഒരു പായസമാവാം. ചിലപ്പം പായസം തന്നെയാണ്. മധുരത്തിനോടൊക്കെ ഭയങ്കര മധുരം ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഭയങ്കര മധുരം ഇഷ്ടമല്ല. ശരിക്കും മാളവിക ആസ് എ പേഴ്സൺ എങ്ങനെയാണ്? ഞാൻ ഇപ്പൊ മനസ്സിലായില്ലേ ഏകദേശം? ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ടോക്കറ്റീവ് ആണ്, സ്മാർട്ട് ആണ്, കുറച്ച് റിസർവ്ഡ് ആണ്. എന്നുവെച്ചാൽ പരിചയപ്പെട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും. ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും ഒരു മലയാളം മൂവി ഒരു 2-3 മൂവീസ് ഒക്കെ ആയി കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പിന്നെ ഈ ശാലീന സുന്ദരി, തമിഴ് ഇൻഡസ്ട്രി, തെലുങ്ക് ഇൻഡസ്ട്രി അങ്ങനെയൊക്കെയാണ് പോകുന്നത് നമ്മൾ കാണുന്നത്. സോ ഇനി മാളവികയെ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഇനി നമുക്ക് തമിഴ് ഇൻഡസ്ട്രിയിലും തെലുങ്ക് ഇൻഡസ്ട്രിയിലും ഒക്കെ കാണാൻ സാധിക്കുമോ? നല്ല സ്ക്രിപ്റ്റ് വന്നതിന്, കാരണം അവിടെയും നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്, നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല നല്ല സിനിമകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നല്ല സ്ക്രിപ്റ്റ് വരാണെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി ചെയ്യുമായിരിക്കും. ഞാൻ അതിനെ പറ്റി ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ടില്ല, ബട്ട് അറിയില്ല. സാധാരണ ഓണത്തിനൊക്കെ ഭയങ്കര ഒരുപാട് കളികൾ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് അല്ലേ? പക്ഷെ ഈ പ്രാവശ്യം ഓണത്തിന് നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഒരു റാപ്പിഡ് സെഗ്മെന്റ് പോലെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് റാപ്പിഡിലേക്ക് പോയാലോ? അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? ചോദ്യമല്ല, ഭയങ്കര നോർമൽ ഒരു ചാറ്റ് നമ്മൾ മുമ്പിലുള്ള അല്ലേ? മാവേലി ഇപ്പൊ ഓണത്തിന് എന്തായാലും കേരളത്തിൽ വരുമല്ലോ അല്ലേ? വരും. അപ്പം മാളവികയുടെ വീട്ടിൽ വരുമോ മാളവികയെ കാണാനായിട്ട്?
അപ്പം മാവേലി എന്ന മാളവികയെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ പവർ മാളവികയ്ക്ക് തരികയാണ്. എന്നിട്ട് പറയാണ് 3 സ്ഥലങ്ങള് എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം. ഏതായിരിക്കും 3 സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നത്? US. ഓക്കെ, ചേട്ടൻ എവിടെയാണെന്ന് തോന്നുന്നത്? ചേട്ടനൊരു സർപ്രൈസ്. പിന്നെ സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ലണ്ടൻ. അപ്പൊ ഇതൊക്കെയാണ് ഡ്രീം പ്ലേസസ് അല്ലേ? പെട്ടെന്ന്. ഓക്കെ, ശരി. ഇനി മാവേലിക്ക് അല്പം റിലാക്സ് ചെയ്യണം, അപ്പൊ ഒരു ട്രാക്ക് കേൾക്കണം എന്നിങ്ങനെ ആഗ്രഹമാണ്. അപ്പൊ മാളവിക ഈ റീസൺ ഇപ്പൊ ഒരുപാട് സിനിമകൾ റിലീസ് ആയിട്ടുണ്ട്. മാളവികയുടെ ഒരു ഫേവറേറ്റ് ട്രാക്ക്? ജേക്കബിന്റെ സ്വർഗരാജ്യം, ഇപ്പത്തെ ഓണം സോങ്, അതിലത്തെ മാവേലിക്കും ഇഷ്ടപ്പെടാം. അതിനകത്ത് ഇച്ചിരി ഒരു ടച്ച് ഉള്ള ഒരു പാട്ടുണ്ട്. അപ്പം ശരി, ഇനി മാവേലിക്ക് സദ്യ വേണം. റിലാക്സേഷൻ ഒക്കെ കഴിഞ്ഞല്ലോ, പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, സദ്യയൊക്കെ വേണം. അപ്പൊ മാളവികയുടെ ഒരു കോൺട്രിബ്യൂഷൻ, മാവേലി നമ്മുടെ വീട്ടിലൊക്കെ വന്നതല്ലേ, ഇപ്പൊ കുറച്ചൊരു സദ്യ കൊടുക്കുമ്പോ, അതായത് മാളവിക ഫുൾ സദ്യ ഉണ്ടാക്കണം എന്നല്ല, അപ്പൊ അതിനകത്ത് മാളവികയുടെ ഒരു ഫേവറേറ്റ് ഡിഷ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പൊ ഏത് ഡിഷ് ആയിരിക്കും? അവിയലാണ്. ഓക്കെ, എല്ലാ വെജിറ്റബിൾസും കൂടെ അങ്ങിട്ട് കൊടുക്കാന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, ഇനി അടുത്തത് മാളവിക. ഇതൊരു ഇമാജിനേഷൻ ആട്ടോ, അതായത് മാളവിക ഒരു ഡിസൈനർ ആവുന്നു. ഒരിക്കലും പറ്റാത്തൊരു കാര്യം. മാളവിക ഒരു ഡിസൈനർ ആവാണ്. സോ ഒരു ട്രഡീഷണൽ, ഇപ്പൊ ഓണം ആയതുകൊണ്ട് ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായിരിക്കും മനസ്സിൽ വരുന്ന ഒരു ട്രഡീഷണൽ വെയർ? സാരി. ഓക്കെ, ഇനി അടുത്തത് ഓണക്കാലത്ത് ഇപ്പം ഞാൻ പറയാണ് മാളവികയോട് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ, പക്ഷെ ഞാൻ പാടില്ല എന്ന് പറയരുത്, പറഞ്ഞാലും മതി. എന്നോട് എന്തിനീ പിണക്കം, അതിഷ്ടമാണ്. പിന്നെ എന്ന് വരും നീ, അങ്ങനത്തെ പഴയ സോങ്സ് ഒക്കെ കുറച്ച് ഇഷ്ടം. ഭയങ്കര ശാന്ത സുന്ദരമായ മെലഡി സോങ്സ് ഒക്കെ കേട്ട് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പാവ ശാലീന സുന്ദരിയാണ്. ഓക്കെ, ഇപ്പം പ്രേക്ഷകരറിയാത്ത, ഇപ്പം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം മാളവിക ഒരു ആക്ട്രസ് ആണ്, ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ഇപ്പം പുതിയ വേറെ സിനിമകളിലൊക്കെ വന്നു, എല്ലാം ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇതല്ലാതെ എക്സ്ട്രാ 2 ടാലൻസ്, പ്രേക്ഷകരറിയാത്ത മാളവികയിലുള്ള 2 എക്സ്ട്രാ ടാലൻസ് എന്തൊക്കെയാണ്? ഡാൻസ്. അതുണ്ടല്ലോ. അല്ലാതെ അല്ലല്ല, ഡാൻസ്. ശരി, പിന്നെ ഡാൻസർ ആണ്, പാട്ട് പാടും, പോരെ, മതി. പിന്നെ അത്യാവശ്യം പിന്നെ കുറച്ചൊക്കെ എക്സ്ട്രാ 2 ടാലൻസ് വരയ്ക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ മുമ്പ് ആ ഡിസൈനറുടെ ഒരു സ്കോപ്പ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ, ലൈറ്റ് ആയിട്ട്. ഡിസൈനർക്ക് പിന്നെ ഭയങ്കരമായിട്ട് വരയ്ക്കും. ഇല്ല, അത്രയും വർഷമായിട്ടില്ല. അപ്പൊ എന്തായാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്റെ ചോദ്യങ്ങൾക്ക് വളരെ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടൊക്കെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു പോയി. അപ്പം ഓണവിശേഷങ്ങളായി, സിനിമാ വിശേഷങ്ങളായി, ലൈറ്റ് ആയിട്ടുള്ള ഓണക്കളിയായി, അല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ ഇനി ഒരു സദ്യ കഴിച്ച ഫീൽ ഉണ്ട് അല്ലേ? എനിക്കും അതെ, എനിക്കും അപ്പൊ ഇനി നമുക്ക് ഓണ ആശംസകളാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പോ ഇനി വരാൻ പോകുന്ന എന്റെ ചിത്രത്തിന്റെ പേര് ഡഫേദാർ, നേരത്തെ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഒപ്പം തന്നെ ഈ ഓണം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആൻഡ് യു ടു ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. മാളവികയ്ക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഓണാശംസ.